8ാം ക്ലാസ്സിന്റെ 6ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ന്യൂ നമ്പേഴ്സ് ആണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്. ചാപ്റ്ററിന്റെ തുടക്കത്തിൽ തന്നെ ഒരു ഗെയിമിനെ കുറിച്ചാണ് പറയുന്നത്. നീതു, ഹരി, അൻവർ ഇവർ 3 പേരും ഒരു കാർഡ് ഗെയിം കളിക്കുവാണ്. 50 കാർഡ്സ് വിത്ത് നമ്പേഴ്സ് 1 to 5 ഓൺ ദം. 50 കാർഡ്സ് ഉണ്ട്. 50 കാർഡ്സിലും 1 തൊട്ട് 5 വരെ എഴുതിയിട്ടുണ്ട്. ഓരോ നമ്പറും 10 എണ്ണം വീതം ഉണ്ട്. ഇതിൽ പകുതി ബ്ലാക്കും പകുതി റെഡുമാണ്. ഇപ്പൊ 1 തന്നെ 10 ടൈംസ് ഉണ്ട്. 1 എഴുതിയ കാർഡ് തന്നെ 10 എണ്ണം ഉണ്ട്. അതിൽ 5 എണ്ണം റെഡും 5 എണ്ണം ബ്ലാക്കുമാണ്. ഇവര് കളി സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് അവർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഒരു പോയിന്റ് വേണമല്ലോ. ഇവർ ഓരോ ബ്ലാക്ക് 5 വീതം എടുക്കുന്നു. കളി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്ലാക്ക് 5 ഓരോരുത്തരും ഓരോന്ന് വീതം എടുക്കുന്നു. അത് ഇവർക്ക് 3 പേർക്കും, ഹരിക്കും, അൻവറിനും, നീതുവിനും 5 പോയിന്റ് വീതം ഈ കളി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉണ്ട്. ഈ ഓരോ കാർഡ് എടുത്ത ശേഷം ഇവർ ഈ ബാക്കി കാർഡ്സ് ഷഫിൾ ചെയ്യുവാണ്. ഷഫിൾ ചെയ്തിട്ട് ഓരോരുത്തർ ഓരോ കാർഡ് വെച്ച് എടുക്കുന്നു. ഈ കാർഡ് കിട്ടുമ്പം ബ്ലാക്ക് കാർഡ് കിട്ടിയവർക്ക് അതിലുള്ള നമ്പേഴ്സ് അവരുടെ മാർക്കിന്റെ കൂടെ അല്ലെങ്കിൽ അവരുടെ പോയിന്റ്സിന്റെ കൂടെ ആഡ് ചെയ്യാം. ഇനി റെഡ് കാർഡാണ് കിട്ടുന്നതെങ്കിൽ അവരുടെ പോയിന്റിൽ നിന്ന് അത്രയും മൈനസ് ചെയ്യണം. ആദ്യം അവരെങ്ങനെ എടുത്തേന്ന് നോക്കാം. നീതു ഒരു ബ്ലാക്ക് 2ഉം അൻവർ ഒരു ബ്ലാക്ക് 1ഉം ഹരി ഒരു റെഡ് 3യുമാണ് എടുത്തേക്കുന്നത്. അത് നീതുവിന്റെ സ്കോർ എന്താവും? നീതു ബ്ലാക്ക് അല്ലേ എടുത്തത്, അതുകൊണ്ട് ഈ 2 നീതുവിന് സ്കോറിന്റെ കൂടെ ആഡ് ചെയ്യാം. അതായത് നീതുവിന്റെ സ്കോർ 5ന്റെ കൂടെ 2 ആഡ് ചെയ്ത് 7 ആയി. ഇനി അൻവറിന്റെ സ്കോർ 5. എല്ലാവർക്കും ആദ്യം 5 അല്ലേ? അൻവർ ഇപ്പൊ എടുത്തൊരു ബ്ലാക്ക് 1 അല്ലേ? അത് ഈ 1 അൻവറിന്റെ സ്കോറിന്റെ കൂടെ ആഡ് ചെയ്യാം. അൻവറിന്റെ സ്കോർ 6 ആയി. ഹരിക്ക് എന്താണ് കിട്ടിയത്? റെഡ് 3 ആണ് കിട്ടിയത്. ഹരി എന്ത് ചെയ്യണം? ഹരിയുടെ സ്കോറിൽ നിന്ന് 3 മൈനസ് ചെയ്യണം. ഹരിക്ക് ഇപ്പൊ എത്രയാണ് സ്കോർ? 2 ആണ്. ഇനി ഈ ഗെയിം ജയിക്കണമെങ്കിൽ ആദ്യം സ്കോർ 10 ആർക്ക് കിട്ടുന്നോ അവരായിരിക്കും ഈ ഗെയിം ജയിക്കുന്നത്. അടുത്തതായിട്ട് അവരെടുത്തത് നീതു ഒരു ബ്ലാക്ക് 1ഉം അൻവറും ഹരിയും റെഡ് 3യുമാണ് എടുത്തേക്കുന്നത്. ഇത് ഇവര് ഷഫിൾ ചെയ്ത് വെച്ചിട്ട് ഇവർക്ക് ഓർഡറിൽ കിട്ടുന്നതാണ് കേട്ടോ. നീതുവിന്റെ സ്കോർ എത്ര ആവും? നീതുവിന്റെ സ്കോർ 8 ആയി. അൻവറിന്റെ സ്കോർ 6ന്ന് 3 മൈനസ് ചെയ്ത് 3 ആയി. ഹരിക്ക് 2 ഉള്ളായിരുന്നു സ്കോർ. 3 മൈനസ് ചെയ്യാൻ പറ്റുമോ? നമ്മൾ ഇതുവരെ പഠിച്ചത് വലിയ നമ്പറിൽ നിന്നേ നമുക്ക് ചെറിയ നമ്പർ മൈനസ് ചെയ്യാൻ അല്ലെങ്കിൽ കുറയ്ക്കാൻ പറ്റുള്ളൂ എന്നായിരുന്നു അല്ലേ? നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത് നമുക്ക് ചെറിയ നമ്പേഴ്സിൽ നിന്നും എന്ത് ചെയ്യാം? വലിയ നമ്പർ കുറയ്ക്കാം. 2 മൈനസ് 3 നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള എന്താണ്? വലിയ നമ്പേഴ്സിൽ നിന്ന് മാത്രമേ ചെറിയ നമ്പേഴ്സ് കുറയ്ക്കാൻ പറ്റൂ എന്നല്ലേ നമ്മൾ പഠിച്ചു വെച്ചിരുന്നത്. ഇനി നമുക്ക് ചെറിയ നമ്പറിൽ നിന്ന് വലിയ നമ്പർ വേണമെങ്കിൽ കുറയ്ക്കാം. ഇവിടെ 2ന്ന് എനിക്ക് 3 കുറയ്ക്കണം. 2ന്ന് ഞാൻ 2 കുറച്ചാൽ എനിക്ക് എന്ത് കിട്ടും? 0 കിട്ടും. 0 ആയില്ലേ? എനിക്ക് മൊത്തം 3 അല്ലേ കുറയ്ക്കാനുള്ളത്. 2 ഞാൻ കുറച്ചു. ഇനി 1 കൂടെ കുറയ്ക്കണ്ടേ? ഈ 0ന്നല്ല ഇനി 1 കുറയ്ക്കാൻ പറ്റത്തുള്ളൂ. ഈ 0ന്ന് 1 കുറച്ചാൽ അതിനെ എനിക്ക് -1 എന്ന് എഴുതാം, അല്ലെങ്കിൽ -1 എന്ന് എഴുതാം. അങ്ങനെ നെഗറ്റീവ് ഉള്ള നമ്പേഴ്സും ഉണ്ട്, നെഗറ്റീവ് നമ്പേഴ്സും ഉണ്ട്. അതാണ് നിങ്ങൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. ഇപ്പൊ 0ന്ന് ഞാൻ 2 ആണ് മൈനസ് ചെയ്യുന്നതെങ്കിൽ എനിക്ക് എന്ത് കിട്ടും? -2 അല്ലെങ്കിൽ -2. ഇങ്ങനെ മൈനസും കൂടെ വരുന്ന നമ്പേഴ്സിനെ നമ്മൾ നെഗറ്റീവ് നമ്പേഴ്സ് എന്നാ പറയുന്നത്. -1, -2, -3 അങ്ങനെ പൊക്കോണ്ടിരിക്കും. നമ്മൾ 1, 2, 3 എന്ന് എണ്ണിക്കൊണ്ടിരിക്കത്തില്ലേ? ഇൻഫിനിറ്റി വരെ പോകൂലേ? അതുപോലെ -1, -2, -3 ഇൻഫിനിറ്റി വരെ പോവും. നമ്മുടെ നമ്പർ ലൈൻ നോക്കിക്കഴിഞ്ഞാൽ മിഡിൽ 0 ആണ്. റൈറ്റിലോട്ട് 1, 2, 3, 4, 5 എക്സെട്ര അങ്ങനെ പൊക്കോണ്ടിരിക്കും. ലെഫ്റ്റിലോട്ട് -1, -2, -3 അങ്ങനെ ലെഫ്റ്റിലോട്ടും പൊക്കോണ്ടിരിക്കും. നമ്മുടെ 0യുടെ നമ്പർ ലൈനിൽ 0യുടെ റൈറ്റ് സൈഡിലോട്ടെല്ലാം പോസിറ്റീവ് നമ്പേഴ്സ്. നമ്മുടെ നമ്പേഴ്സ് 1, 2, 3 അതിനെ നമ്മൾ പോസിറ്റീവ് നമ്പേഴ്സ് എന്നാ പറയുന്നത്. അതുപോലെ ലെഫ്റ്റ് സൈഡിലോട്ട് ബിലോ 3 0യിലും താഴെയുള്ള നമ്പേഴ്സ് ആണ് നെഗറ്റീവ് നമ്പേഴ്സ്. നമ്മൾ ഈ നെഗറ്റീവ് നമ്പേഴ്സിനെ കുറിച്ചാണ് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. അത് നമുക്ക് 2ൽ നിന്ന് 3 മൈനസ് ചെയ്യണമെങ്കിൽ എന്തായിരിക്കും ആൻസർ? -1 ആയിരിക്കും ആൻസർ. നമ്മളിപ്പം ഇവിടെ ഒരു പോസിറ്റീവ് നമ്പറും ഒരു നെഗറ്റീവ് നമ്പറും അല്ലേ വന്നിരിക്കുന്നത്. 2 എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് നമ്പറും ഇവിടെ -3 ഇതൊരു നെഗറ്റീവ് നമ്പറും അല്ലേ? നമ്മൾ എപ്പോഴും മൈനസ് ചെയ്യുമ്പം ചെറിയ നമ്പറിൽ നിന്ന് വലിയ നമ്പർ അല്ലേ കുറയ്ക്കാനുള്ളത്. നമ്മൾ ചെയ്യേണ്ടത് വലിയ നമ്പറിൽ നിന്ന് നമുക്കിവിടെ 2ൽ നിന്നും 3 മൈനസ് ചെയ്യണം അല്ലേ?
ഇവിടെ ഈ രണ്ട് നമ്പേഴ്സ് നോക്കുകയാണെങ്കിൽ 2ന്റെ സൈൻ ഇവിടെ പോസിറ്റീവ് ആണ്, ഒന്നും എഴുതിയിട്ടില്ലെങ്കിൽ അത് പോസിറ്റീവ് ആണെന്നാണ് അർത്ഥം. 3യുടെ സൈൻ എന്താണ് ഇവിടെ? നെഗറ്റീവ്. ഒരു പോസിറ്റീവ് നമ്പറും ഒരു നെഗറ്റീവ് നമ്പറും വന്നിരിക്കുന്നത്. നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം? വലുതിൽ നിന്ന് ചെറുത് കുറച്ചിട്ട് വലുതിൻ്റെ സൈൻ, വലുതിൻ്റെ ചിഹ്നം ഏതാണോ അതാണ് കൊടുക്കേണ്ടത് ആൻസർ. ഇവിടെ വലുത് 3 അല്ലേ, ഞാൻ 3യിൽ നിന്ന് 2 മൈനസ് ചെയ്യുന്നു. 3യിൽ നിന്ന് 2 മൈനസ് ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും? 1 കിട്ടും. പക്ഷെ ഇവിടെ വലുതിൻ്റെ സൈൻ എന്താണ്? മൈനസ് ആണ്. അതിൻ്റെ ആൻസർ എന്തായിരിക്കും? -1 ആയിരിക്കും. അതുപോലെ ഇവിടെ നോക്കിയാൽ 0യും 1ഉം ആണ്. 0യിൽ നിന്ന് 1 മൈനസ് ചെയ്യാൻ പോവാ. അത് നമ്മൾ എന്ത് ചെയ്യും? വലിയ നമ്പറിൽ നിന്ന് എപ്പോഴും ചെറിയ നമ്പർ മൈനസ് ചെയ്യുക. 1ൽ നിന്ന് 0 മൈനസ് ചെയ്യുക. 1ൽ നിന്ന് 0 മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 1 തന്നെ കിട്ടും. ഇനി വലിയ നമ്പറിന്റെ സൈൻ എന്താണെന്ന് നോക്കുക. ഇവിടെ 1 അല്ലേ വലിയ നമ്പർ, വലിയ നമ്പറിന്റെ സൈൻ എന്താണ്? മൈനസ് ആണ്. സോ ആൻസർ എന്തായിരിക്കും? -1 ആയിരിക്കും. ഇനി 5 - 10. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ 5ൽ നിന്ന് 10 മൈനസ് ചെയ്യാനല്ലേ, നമ്മൾ എന്ത് ചെയ്യും? 10ൽ നിന്ന് 5 മൈനസ് ചെയ്യും. നമുക്ക് എന്ത് കിട്ടും? 5 എന്ന് കിട്ടൂലേ. ഇവിടെ വലിയ നമ്പറിന്റെ സൈൻ എന്താണ്? മൈനസ് ആണ്. അതായത് നമ്മൾ ആൻസറിൽ ഒരു മൈനസ് ഇട്ട് കൊടുക്കും. 2 - 7 ചെയ്യണം എനിക്ക്. ഇവിടെയും ചെറുതിൽ നിന്ന് വലുത് കുറയ്ക്കാനല്ലേ. എന്ത് ചെയ്യുക? വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പർ കുറയ്ക്കുക. 7ൽ നിന്ന് 2 മൈനസ് ചെയ്ത് എനിക്ക് എന്ത് കിട്ടും? 5 കിട്ടും. വലിയ നമ്പറിന്റെ സൈൻ, ഇവിടെ വലിയ നമ്പർ എന്താണ്? 7 ആണ്. 7ന്റെ സൈൻ എന്താണ്? നെഗറ്റീവ്. സോ നമ്മൾ നെഗറ്റീവ് ഇട്ട് കൊടുക്കും. ആ നമ്പറിന്റെ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്നതായിരിക്കും അതിന്റെ സൈൻ. ഇനി 2 എന്നും 5 എന്നും 10 എന്നും മാത്രം എഴുതി കഴിഞ്ഞാൽ എന്താണ്? പോസിറ്റീവ് നമ്പേഴ്സ് ആണ്. അതിന്റെ സൈൻ എന്താണ്? പോസിറ്റീവ് ആണ്. നമുക്ക് ഈ ക്വസ്റ്റ്യൻസിന്റെ ആൻസർ നോക്കാം. ഇവിടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ഫോളോയിങ്. 6 ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ്? 4 - 9. ചെറുതിൽ നിന്ന് വലുത് കുറയ്ക്കാനല്ലേ നമ്മൾ എന്ത് ചെയ്യുന്നത്? വലിയ നമ്പറിൽ നിന്ന് എപ്പോഴും ചെറിയ നമ്പർ കുറയ്ക്കുക. ഇവിടെ 9ൽ നിന്ന് 4 കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? 5 കിട്ടും. ഇനി എന്താ നോക്കേണ്ടത്? വലിയ നമ്പറിന്റെ ചിഹ്നം എന്താണെന്ന് നോക്കണം. എന്താ? 9 അല്ലേ ഇവിടെ വലിയ നമ്പർ. വലിയ നമ്പറിന്റെ സൈൻ എന്താ? ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന, ഇടത് സൈഡിൽ കിടക്കുന്നതായിരിക്കും അതിന്റെ ചിഹ്നം. ഇവിടെ നെഗറ്റീവ് അല്ലേ, നെഗറ്റീവ് കൊടുത്തു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 14ൽ നിന്ന് 29 കുറയ്ക്കണം. എന്ത് ചെയ്താൽ മതി? 29ൽ നിന്ന് 14 കുറയ്ക്കുക, 15 കിട്ടും. വലിയ നമ്പറിന്റെ സൈൻ എന്താണ്? നെഗറ്റീവ്. അതുകൊണ്ട് നമ്മൾ നെഗറ്റീവ് ഇട്ട് കൊടുക്കുന്നു. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, 5 - 10. ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? 10ൽ നിന്ന് 5 കുറയ്ക്കും, നമുക്ക് 5 കിട്ടും. വലിയ നമ്പറിന്റെ സൈൻ നെഗറ്റീവ് ആയതുകൊണ്ട് നെഗറ്റീവ് ഇട്ട് കൊടുക്കും. ഇവിടെ 25 - 65. 65ൽ നിന്ന് 25 കുറച്ചാൽ എത്ര? 40 എന്ന് കിട്ടും. വലിയ നമ്പർ നെഗറ്റീവ് ആയതുകൊണ്ട് നമ്മൾ നെഗറ്റീവ് ഇട്ട് കൊടുക്കുന്നു. 1/2 - 3/4. 1/2 - 3/4 നമുക്കിത് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്നുകിൽ ഡിനോമിനേറ്റർ ഈക്വൽ ആക്കി ചെയ്യാം, അല്ലെങ്കിൽ ക്രോസ് ചെയ്യാം. ഡിനോമിനേറ്റർ ഈക്വൽ ആകുമ്പോൾ എന്ത് ചെയ്യണം? ഇവിടെ 4 അല്ലേ, ഈ 2നെയും കൂടെ 4 ആക്കാൻ എന്ത് ചെയ്യണം? ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഡിനോമിനേറ്ററിൽ മാത്രം ചെയ്താൽ പോരാ, ന്യൂമറേറ്ററിലും ചെയ്യണം. 2/4 - 3/4 എന്ന് വരും. ഡിനോമിനേറ്റർ സെയിം ആയിട്ട് ഞാനത് 4 എഴുതി. ന്യൂമറേറ്ററിൽ എന്ത് വരും? 2 - 3 എന്ന് വരും. 2 - 3യുടെ ആൻസർ എന്താ? 3 - 2 1 ആണ്. വലിയ നമ്പറിന്റെ സൈൻ മൈനസ് ആണ്. സോ -1 ആണ്. 2 - 3/4. ആൻസർ എന്താണ്? -1/4. ഇനി ക്രോസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ആൻസർ ഇത് തന്നെ ആയിരിക്കും കിട്ടുന്നത്. ഇവിടെ ക്രോസ് ചെയ്താലോ 4 × 1 4. ഇവിടെ മൈനസ് കിടക്കുന്നതുകൊണ്ട് മൈനസ് തന്നെ നമ്മൾ കൊടുക്കണം. 2 × 3 6 ഡിവൈഡഡ് ബൈ 2 × 4 8 എന്ന് വരും. 4 - 6 എന്നുള്ള നമുക്ക് എന്ത് കിട്ടും? 4 - 6 എന്ന് പറയുന്നത് -2 ആണ് അല്ലേ. 6ൽ നിന്ന് 4 കുറച്ചാൽ 2 ആണ്. 6ന്റെ സൈൻ മൈനസ് ആയിട്ട് നമ്മൾ മൈനസ് കൊടുത്തു. ബൈ 8. -2/8 എനിക്ക് -1/4 എന്ന് എഴുതി കൂടെ. 2നെ 8നെ എനിക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്തുകൂടെ. 2നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 കിട്ടും. 8നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 4 കിട്ടും. ആൻസർ സെയിം അല്ലേ. ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻ നമുക്കിത് ക്രോസ് തന്നെ ചെയ്യാം. 2 × 1 2 മൈനസ് 3 × 1 3 ഡിവൈഡഡ് ബൈ 3 × 2 6. 2 - 3 -1 ആണ് ബൈ 6. -1/6 ആണ് ആൻസർ. ഇനി അടുത്ത സെക്ഷനാണ് അഡിഷൻ ആൻഡ് സബ്ട്രാക്ഷൻ. ഇവിടെ 2 - 2 എന്ന് എഴുതിയിട്ടുണ്ട്. ഒരു നമ്പറിൽ നിന്ന് അതേ നമ്പർ തന്നെ കുറച്ചാൽ സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 0 ആയിരിക്കും കിട്ടുന്നത്.
ഇനി അടുത്ത അവരെന്താ എഴുതിയേക്കുന്നത്? -2 + 2. ഇവിടെ 2 - 2 ആയിരുന്നു. ഇവിടെ എന്താ എഴുതിയേക്കുന്നത്? -2 + 2. ഇതിനെ എനിക്ക് തിരിച്ചെഴുതിക്കൂടെ? 2 - 2 എന്ന് എഴുതിക്കൂടെ? ഈ 2 ഞാൻ അങ്ങ് ആദ്യം കൊടുത്തന്നേ ഉള്ളൂ. ഈ കിടക്കുന്ന 2നെ ഞാൻ ഇങ്ങ് ആദ്യം കൊടുത്തു. 2 - 2 എന്ന് വരൂലേ? അര -2 + 2 എന്ന് എഴുതിയാലും 0 ആണ്. 2 - 2 എന്ന് എഴുതിയാലും 0 ആണ്. -5 + 5 എന്ന് കൊടുത്താലും എന്തായിരിക്കും? 0 ആയിരിക്കും. -100 + 100 എന്ന് കൊടുത്താൽ എന്തായിരിക്കും? 0 ആയിരിക്കും. ഒരേ നമ്പറിൻ്റെ തന്നെ നെഗറ്റീവും പോസിറ്റീവും വന്നതിന് നമുക്ക് എന്താവും? ആൻസർ 0 ആയിരിക്കും കിട്ടുന്നത്. ഇവിടെ -4 + 6 എന്ന് എഴുതിയിട്ടുണ്ട്. ഇതിനെ നമുക്ക് തിരിച്ചെഴുതുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. 6 - 4. നീ 6 എടുത്ത് ആദ്യം എഴുതിയെന്ന് പറഞ്ഞിട്ട് പ്രശ്നമൊന്നുമില്ല. 6 - 4 എന്ന് എഴുതാം. ആൻസർ എന്താണ്? 2 ആണ്. അല്ലെങ്കിൽ തന്നെ നോക്കിയാൽ ഇവിടെ ഒരു നെഗറ്റീവ് നമ്പറും ഒരു പോസിറ്റീവ് നമ്പറും അല്ലേ വന്നേക്കുന്നേ. നമ്മൾ എന്തോ ചെയ്തുകൊണ്ടിരുന്നേ? വലുതീന്ന് ചെറുത് കുറച്ചിട്ട് വലുതിൻ്റെ സൈൻ കൊടുക്കും. ഇവിടെ 6 അല്ലേ വലുത്. 6ന്ന് 4 കുറച്ചാൽ നമുക്ക് 2 കിട്ടും. 6ന്റെ സൈൻ പ്ലസ് ആയതുകൊണ്ട് അവിടെ പ്ലസ് തന്നെ. നമ്മൾ പ്ലസ് എന്ന് പ്രത്യേകം എഴുതണമെന്നില്ല. 2 എന്ന് മാത്രം കൊടുത്താലും അതെന്താണ്? +2 അല്ലെങ്കിൽ +2 ആണ്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ നോക്കാം. ഇവിടെ -4 + 9 എന്ന് എഴുതിയിട്ടുണ്ട്. ഇവിടെ മൈനസും പ്ലസും അല്ലേ വന്നേക്കുന്നേ. എന്ത് ചെയ്താൽ മതി? വലുതീന്ന് ചെറുത് കുറയ്ക്കുക. 9ന്ന് 4 കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? 5 കിട്ടും. ഇവിടെ വലുതിൻ്റെ സൈൻ എന്താണ്? പ്ലസ് ആണ്. അതുകൊണ്ട് നമ്മൾ +5 തന്നെ. -9 + 4. ഇവിടെ എന്ത് ചെയ്യുക? രണ്ട് സൈനും ഉണ്ടല്ലോ. മൈനസും പ്ലസും അല്ലേ വന്നേക്കുന്നേ. വലുതിന്ന് ചെറുത് കുറയ്ക്കുക. 9ന്ന് 4 കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? 5 കിട്ടും. ഇനി വലുതിൻ്റെ ചിഹ്നം എന്താ? മൈനസ് ആയതുകൊണ്ട് നമ്മൾ മൈനസ് കൊടുക്കുന്നു. ഇവിടെ -15 + 8. മൈനസും പ്ലസും വന്നിട്ടുണ്ടല്ലോ. വലുതിന്ന് ചെറുത് കുറയ്ക്കുക. 15ന്ന് 8 കുറച്ച് നമുക്ക് എന്ത് കിട്ടും? 7 കിട്ടും. വലിയ നമ്പർ 15 ആണ്. 15ന്റെ സൈൻ നെഗറ്റീവ് ആയതുകൊണ്ട് നമ്മൾ നെഗറ്റീവ് കൊടുക്കുന്നു. ഇനി -8 + 15. ഇവിടെ 2 സിമ്പലും വരുന്നുണ്ട്. നമ്മൾ എന്ത് ചെയ്യും? 15ന്ന് 8 കുറച്ച് നമുക്ക് 7 കിട്ടും. ഇവിടെ വലിയ നമ്പറിന്റെ സൈൻ എന്താണ്? പ്ലസ് ആണ്. സോ 7 ആണ് ആൻസർ. ഇനി ഇവിടെ -1/2 + 3/4. ഇതിനെ 3/4 -1/2 എന്ന് എനിക്ക് എഴുതാമല്ലോ. ഈ 3/4 ആദ്യം എഴുതിയെന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നും ഇല്ലല്ലോ. ഇതിനെ നമ്മൾ ക്രോസ് ചെയ്താൽ 3 × 2 6 -4 × 1 4/4 × 2 8. 6 - 4 എന്താണ്? 2 ആണ്. 2/8. 2/8നെ എങ്ങനെ എഴുതാം? 1/4 എന്ന് എഴുതാം. ഇനി -3/4 + 1/2. ഈ 1/2 ഞാൻ ആദ്യം എഴുതുന്നു. 1/2 - 3/4. 4 × 1 4 ആണ്. മൈനസ് കൊടുത്തു. 2 × 3 6/2 × 4 8. ഇവിടെ ചെറിയ നമ്പറിൽ നിന്നല്ലേ വലിയ നമ്പർ കുറച്ചേക്കുന്നത്. ഇവിടെ ഒരു പ്ലസ് ഉള്ള നമ്പറും ഒരു മൈനസ് ഉള്ള നമ്പറും ഉണ്ട്. അന്നേരം വലുതിനെ ചെറുത് കുറയ്ക്കുന്നു. 2. വലുതിൻ്റെ സൈൻ കൊടുക്കുന്നു. -2/8 -1/4 എന്ന് എഴുതിക്കൂടെ? നമ്മൾ ഇത്രയും നേരം പഠിച്ചത് പോസിറ്റീവ് നമ്പറും നെഗറ്റീവ് നമ്പറും കൂടെ വരുന്ന കേസാണ്. ഇനി രണ്ടും നെഗറ്റീവ് നമ്പർ ആണെങ്കിൽ എന്ത് ചെയ്യും? രണ്ടും പോസിറ്റീവ് നമ്പർ ആണെങ്കിൽ നമ്മൾ എന്തോ ചെയ്യുന്നത്? 3ഉം 5ഉം 3 + 5 എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്പറാണ്. 5ഉം പോസിറ്റീവ് നമ്പറാണ്. ആൻസർ എന്തായിരിക്കും? 8. 8ഉം എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ഇനി 1 + 2 എന്ന് തന്നാലോ? 1ഉം പോസിറ്റീവാണ് 2ഉം പോസിറ്റീവാണ്. ആൻസർ എന്ത് വരും? 3. പോസിറ്റീവ് 3 അല്ലേ? ഈ രണ്ട് നെഗറ്റീവ് നമ്പേഴ്സ് ആയിരുന്നെങ്കിലും നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ രണ്ട് നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്താൽ മതി. ഇവിടെ -1ഉം -2ഉം തരുക. -2 -1 നമ്മൾ എന്ത് ചെയ്യണം? രണ്ടും ഒരേ സൈൻ അല്ലേ? രണ്ടും ഡിഫറെൻറ്റ് സൈൻ ആകുമ്പോഴായിരുന്നു നമ്മൾ വലുതിന്ന് ചെറുത് കുറച്ചിട്ട് വലുതിൻ്റെ സൈൻ ഇട്ട് കൊടുക്കുന്നത്. ഇവിടെ രണ്ടും ഒരേ സൈനാണ്. രണ്ടും എന്താണ്? നെഗറ്റീവാണ്. നമ്മൾ എന്ത് ചെയ്യും? രണ്ടും ഒന്നുകൂടെ കൂട്ടുക. 3 കിട്ടി. രണ്ടിൻ്റെ സൈൻ ഒന്നല്ലേ? നെഗറ്റീവ് തന്നെയല്ലേ? സോ ആൻസറിൽ നമ്മൾ എന്ത് കൊടുക്കും? നെഗറ്റീവ് കൊടുക്കും. -4 -3 ആണെങ്കിലോ? രണ്ട് നെഗറ്റീവ് നമ്പേഴ്സ് അല്ലേ? 4 3 കൂട്ടി 7 എഴുതി. രണ്ടിൻ്റെ സൈൻ ഒന്നാണ്. ഏതാ? നെഗറ്റീവ് കൊടുത്തു. അത് നമുക്കൊരു ക്വസ്റ്റ്യൻ തരുമ്പം രണ്ട് നമ്പേഴ്സിൻ്റെയും സൈൻ ഒന്നാണെങ്കിൽ, ഇപ്പം രണ്ടും പ്ലസ് ആണെങ്കിലും രണ്ടും മൈനസ് ആണെങ്കിലും എന്ത് ചെയ്യണം? ആഡ് ചെയ്തിട്ട് ആ സൈൻ ഏതാണോ അത് കൊടുക്കുക. മൈനസ് ആണെങ്കിൽ മൈനസ് കൊടുക്കുക, പ്ലസ് ആണെങ്കിൽ പ്ലസ് കൊടുക്കുക. ഇനി ഡിഫറെൻറ്റ് സൈൻ ആണെങ്കിൽ ഒന്ന് പോസിറ്റീവും ഒന്ന് നെഗറ്റീവും ആണെങ്കിൽ എന്ത് ചെയ്യുക? വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക. വലുതിൻ്റെ സൈൻ ഏതാണോ അത് കൊടുക്കുക. നമുക്ക് ഈ പ്രോബ്ലംസ് ചെയ്യാം. ഇത് ഈ ചാപ്റ്റർ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ -3 -1 രണ്ട് നെഗറ്റീവ് അല്ലേ? എന്ത് ചെയ്യണം?
രണ്ട് നമ്പേഴ്സ് കൂടെ ആഡ് ചെയ്യണം. ആഡ് ചെയ്ത് നമുക്ക് 4 കിട്ടൂലേ. രണ്ടിൻ്റെയും സൈൻ നെഗറ്റീവ് ആയതുകൊണ്ട് നമ്മൾ നെഗറ്റീവ് ഇട്ട് കൊടുക്കുന്നു. -9 + 4, ഒന്ന് നെഗറ്റീവും ഒന്ന് പോസിറ്റീവും. എന്ത് ചെയ്യും? വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കും. 9 4 കുറച്ചാൽ 5 ആണ്. വലുതിൻ്റെ സൈൻ നെഗറ്റീവ് ആയതുകൊണ്ട് നമ്മൾ നെഗറ്റീവ് കൊടുക്കുന്നു. -10 -4, രണ്ടും നെഗറ്റീവ് നമ്പേഴ്സ് അല്ലേ, ആഡ് ചെയ്യുന്നു, നെഗറ്റീവ് കൊടുക്കുന്നു. നാലാമത്തെ ക്വസ്റ്റ്യൻ, രണ്ടും എന്താണ്? നെഗറ്റീവ് നമ്പേഴ്സാണ്. -7ഉം -8ഉം ആഡ് ചെയ്യുന്നു. 7 8 കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 15 കിട്ടും. സൈൻ എന്താ കൊടുക്കുന്നത്? മൈനസ്. -1 -1, ഒന്നും ഒന്നും എത്രയാണ്? 2 ആണ്. രണ്ടിൻ്റെ സൈൻ നെഗറ്റീവ് ആയിട്ട് നമ്മൾ എന്ത് കൊടുക്കും? നെഗറ്റീവ് തന്നെ കൊടുക്കും. -10 + 20, ഒരു നെഗറ്റീവും ഒരു പോസിറ്റീവും അല്ലേ. വലുതിൽ നിന്ന് നമ്മൾ ചെറുത് കുറയ്ക്കുന്നു. 20ൽ നിന്ന് 10 കുറച്ച് നമുക്ക് എന്താ കിട്ടുന്നത്? 10. വലുതിൻ്റെ സൈൻ പ്ലസ് ആയതുകൊണ്ട് പോസിറ്റീവ് തന്നെ 10 തന്നെ കൊടുത്താൽ മതി. പ്ലസ് ഇടണമെന്ന് നിർബന്ധമില്ല. നമ്മൾ പ്ലസ് പ്രത്യേകം ഇടേണ്ട കാര്യമില്ല. 10 എന്ന് എഴുതിയാൽ അത് പോസിറ്റീവ് 10 ആണ്. 8 -12, ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവ്. വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക. 12ൽ നിന്ന് 8 കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? 4 കിട്ടും. വലുതിൻ്റെ സൈൻ നെഗറ്റീവ് ആയതുകൊണ്ട് നെഗറ്റീവ് കൊടുക്കുന്നു. ഇനി എട്ടാമത്തെ ക്വസ്റ്റ്യൻ, 1 1/2 -7 1/2, ഒന്ന് പോസിറ്റീവും ഒന്ന് നെഗറ്റീവും അല്ലേ. നമ്മൾ എന്ത് ചെയ്യും? വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കും. 7 1/2 നമ്മൾ എന്ത് ചെയ്യും? 1 1/2 കുറയ്ക്കും. എന്താ കിട്ടുന്നത്? 7 + 1/2 അല്ലേ 7 1/2, -1 + 1/2 അല്ലേ 1 1/2. 1/2ഉം ഈ -1/2ഉം പോകൂലേ. നമ്മളിതിനെ എക്സ്പാൻഡ് ചെയ്ത് എഴുതിയാൽ 7 + 1/2 -1 -1/2 എന്നല്ലേ വരുന്നത്. ഈ മൈനസ് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യൂലേ. 1/2 -1/2 പോയി. 7 -1 എന്ത് കിട്ടും? നമുക്ക് 6 എന്ന് കിട്ടും. അല്ലെങ്കിൽ ചെയ്യേണ്ടത്, നിങ്ങൾ ഈ 1 1/2നെ നിങ്ങൾക്ക് എങ്ങനെ എഴുതാം? 2 × 1 2, 2 + 1 3, 3/2 എന്ന് എഴുതി കൂടെ. അതുപോലെ 7 1/2നെ എങ്ങനെ എഴുതാം? ക്രോസ് ചെയ്താൽ മതി. 2 × 7 14, 14 + 1 15, 15/2 എന്ന് എഴുതാം. അരം 7 1/2 -1 1/2നെ എങ്ങനെ എഴുതാം? 15/2 -3/2 എന്ന് എഴുതി കൂടെ. ഡിനോമിനേറ്റർ സെയിം ആണ്. ന്യൂമറേറ്റർ മൈനസ് ചെയ്ത് എഴുതിയാൽ മതി. 15 - 3 12. 12/2 എന്താണ്? 6 ആണ്. ഇനി വലുതിൻ്റെ സൈൻ നെഗറ്റീവ് ആയതുകൊണ്ട് നമ്മൾ എന്ത് കൊടുക്കും? മൈനസ് കൊടുക്കും. -6 ആണ് ആൻസർ. ഇനി -25 -3 1/2, രണ്ടും നെഗറ്റീവ് അല്ലേ. നമ്മൾ അന്നേരം ആഡ് ചെയ്യണം. 25 + 3 1/2. 3 1/2നെ എനിക്ക് 3 + 1/2 എന്ന് എഴുതാമല്ലോ. 25 + 3 28 ആണ്. 28 1/2 എന്ന് വരും ആൻസർ. രണ്ടിൻ്റെ സൈൻ നെഗറ്റീവ് ആയതുകൊണ്ട് ഞാൻ നെഗറ്റീവ് കൊടുക്കുന്നു. -28 1/2. പത്താമത്തെ ക്വസ്റ്റ്യൻ, -1/2 -1/4, രണ്ട് നെഗറ്റീവ് അല്ലേ. ആഡ് ചെയ്താൽ പോരെ. 2 + 1/4 = 4 + 2/8, 6/8 എന്ന് കിട്ടും. അതിനെനിക്ക് 3/4 എന്ന് എഴുതാം. രണ്ടിൻ്റെ സൈൻ മൈനസ് ആയതുകൊണ്ട് ഞാൻ മൈനസ് കൊടുക്കുന്നു. -3/4. -2 1/2 -1 1/2, രണ്ടും കൂടെ ആഡ് ചെയ്താൽ പോരെ. 2 1/2നെ എനിക്ക് 2 + 1/2 എന്ന് എഴുതാമല്ലോ. അതുപോലെ 1 1/2നെ 1 + 1/2 എന്ന് എഴുതാമല്ലോ. 2 + 1 3 ആണ്. 1/2 + 1/2 1 ആണ്. അരയും കൂടുമ്പോൾ 1 അല്ലേ. അത് ആൻസർ എന്ത് വരും? 4 എന്ന് വരും. രണ്ടിൻ്റെ സൈൻ നെഗറ്റീവ് ആയതുകൊണ്ട് നെഗറ്റീവ് കൊടുക്കുന്നു. ഇനി -3 1/2 + 3 1/2, എന്തായിരിക്കും ആൻസർ? 0. ഒരു നമ്പറിൻ്റെ തന്നെ നെഗറ്റീവും പോസിറ്റീവും വന്നു കഴിഞ്ഞാൽ ആൻസർ എന്തായിരിക്കും? 0 ആയിരിക്കും. ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്റർ. ഓർത്ത് വെക്കേണ്ട കാര്യം എന്താണ്? രണ്ട് ഡിഫറെൻറ്റ് സിമ്പിൾസ് ആണ്, രണ്ട് ഡിഫറെൻറ്റ് സൈൻസ് ആണ് വരുന്നതെങ്കിൽ, ഒന്ന് നെഗറ്റീവ് ഒന്ന് പോസിറ്റീവാണ് വരുന്നതെങ്കിൽ വലുതിൽ നിന്ന് ചെറുത് കുറച്ചിട്ട് വലുതിൻ്റെ സൈൻ കൊടുക്കുക. ഇനി രണ്ടും ഒരേ സൈനാണ് വരുന്നെങ്കിൽ, രണ്ടും നെഗറ്റീവും അല്ലെങ്കിൽ രണ്ടും പോസിറ്റീവാണ് വരുന്നെങ്കിൽ എന്ത് ചെയ്യണം? ഇപ്പോൾ രണ്ടും നെഗറ്റീവാണ് വരുന്നെങ്കിൽ നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുക, നെഗറ്റീവ് കൊടുക്കുക. രണ്ടും പോസിറ്റീവാണ് വരുന്നെങ്കിൽ നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുക, ആ നമ്പർ എഴുതുക. നമ്മൾ സാധാ അഡിഷൻ തന്നെ. ഓക്കെ, ബാക്കി ചാപ്റ്റേഴ്സ് ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.